വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് ലാബ്. ഇന്ന് എന്താ നേരത്തിലൊരു പ്രത്യേക എനർജി എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഇത് വരും, കുറച്ച് ബിസി ആകുമ്പോഴത്തേക്കിനും ഒരു മടി വരും. പക്ഷേ ടുഡേ ഐ ഫീൽ സോ ഹാപ്പി, മേ ബി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മൈ മദർ. അതായിരിക്കാം, കുറേ കാലം കൂടി അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് ജലദോഷമൊക്കെ ആയിട്ട് താഴെയാണ്. എന്നാലും ഐ ഫീൽ ഹെർ പ്രസൻസ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അതായിരിക്കാം എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും പല കാര്യങ്ങളും. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് വി ഹാവ് ടു സെർവ് ദ സൊസൈറ്റി ഓൾസോ. ചെറിയ കാര്യങ്ങളും ചെയ്താൽ മതി. നമുക്കിപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ മഹാത്മാഗാന്ധി പോലെയോ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയോ മലാല യൂസഫ്സായിയെ പോലെയോ ഒന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഈ കമ്പാഷൻ എന്ന് പറയുന്ന ഒരു കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഒരു 25,000 ഉണ്ടെങ്കിൽ അതിലൊരു 1,000 റുപ്പീസ് നമ്മൾ മാറ്റി വെക്കുക, അത് ആർക്കെങ്കിലും കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവർക്കല്ല കേട്ടോ, നമുക്ക് നീഡി ആയിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. ആ ഒരു സർവീസിൽ നിന്ന് കിട്ടുന്ന, നമുക്ക് കൊടുക്കുന്നതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ ചിലർ ചോദിക്കും നമുക്ക് അത്രയൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫുള്ളായിട്ട് ഫിനാൻഷ്യലി നമ്മൾ കോടീശ്വരരായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളതിൽ നിന്നൊരു പങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ബി റിവാർഡഡ് ഇൻ ഫ്യൂച്ചർ എന്നുള്ളത് സർട്ടൺ ആണ്. ഏതെങ്കിലും രീതിയിൽ ഹെൽത്തായിട്ടായിട്ടും ആയിരിക്കാം, അനുഭവങ്ങളായിട്ടായിരിക്കാം, നമ്മളൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടായിരിക്കാം. ഷുവർലി ഇറ്റ് വിൽ കം ബാക്ക്. അപ്പോൾ ബി കമ്പാഷനേറ്റ്, പാഷനേറ്റ് ടു ബിക്കം കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു കമ്പാഷൻ എന്നുള്ളതൊരു പാഷനായിരിക്കണം. അത് ആരോടാണെങ്കിലും അങ്ങനെ നിർവഹിച്ചു പോയി കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി ക്വൈറ്റ് ഈസി ആൻഡ് യു ക്യാൻ എസ്കേപ്പ് ഫ്രം ദോസ് ഡേഞ്ചേഴ്സ് എന്നുള്ളത് ഷുവറാണ്. അവിടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എനർജി, ഒരു നമ്മളെല്ലാം വിളിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.